ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും വന്നിട്ടുണ്ട്. ഒരു പുതിയ റെസിപ്പി ആയിട്ടാണ്. പുതിയതൊന്നുമല്ല, സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ്. ഇത്തിരി കൂടി ഒന്ന് വെറൈറ്റി ആയിട്ടൊരു അടിപൊളി കടലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത്. പല രീതികളിലും വെറൈറ്റി ആയിട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെന്നറിയാം. എന്നാലും ഈ ഒരു രീതിയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് അതും നല്ല തിക്ക് ഗ്രേവിയോടെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവർ ഉറപ്പായിട്ടും ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് വീഡിയോ കണ്ടിട്ട് വരാമേ. ഇതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കിയിട്ട് വരാം. ഒരു കപ്പ് കടല തലേന്ന് വെള്ളമൊഴിച്ച് കുതിർത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഒരു കപ്പ് അളവിലാണ് എടുത്തിരിക്കുന്നത്. വെള്ളക്കടലയാണ് എടുത്തിട്ടുള്ളത്. ഏത് കടല വേണമെങ്കിലും ഇതേ രീതിയിൽ വെക്കാവുന്നതാണ്. അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ ഇതിപ്പോൾ ഒന്നാം പാലാണ്. ഒന്നാം പാലും രണ്ടാം പാലും സെപ്പറേറ്റ് ചെയ്ത് വെക്കണം. ഇനി ഈ രണ്ടാം പാലും കൂടി ചേർത്തിട്ടാണ് കടല വേവിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് കടല വേവിക്കാൻ വയ്ക്കാം. അതിനായിട്ട് കുക്കറിലേക്ക് കടല മാറ്റിയിട്ടുണ്ട്. കടല കുക്കറിലേക്ക് മാറ്റിയ ശേഷം അതിലേക്ക് രണ്ടാം പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇപ്പോൾ ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം കൂടി ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. എനിക്കൊരു 8 വിസിലിൽ കടല നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അവരവരുടെ കുക്കർ അനുസരിച്ച് വേവ് നിർണ്ണയിക്കാവുന്നതാണ്. ഇനി ഇതിലേക്കൊരു മസാലക്കൂട്ട് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് 1/2 സ്പൂൺ പെരിഞ്ചീരകം, ഒരു 2 പച്ചമുളക്, 1 ഇഞ്ച് അളവിലുള്ള ഇഞ്ചി അത് ചെറിയ പീസാക്കിയിട്ടുണ്ട്, ഒരു 7-8 അല്ലി വെളുത്തുള്ളി. ഇത്രയും കൂടി മിക്സിയിൽ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒരുപാട് അരഞ്ഞു പോകണ്ട, ഇതുപോലെ ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് സവാളയാണ്. ഞാനൊരു മീഡിയം വലുപ്പത്തിലുള്ള 2 സവാള എടുത്തിട്ടുണ്ട്. ചെറുതാണെങ്കിൽ 3 എണ്ണം എടുക്കാം. ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് തക്കാളി, ഒരു ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. തക്കാളി കൂടിപ്പോട്ട ഒരെണ്ണം മതി. ഇനി ആവശ്യത്തിന് മല്ലിയില. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലേക്ക് വേണ്ടത്. ഇനി മസാലപ്പൊടികൾ ചേർക്കുന്ന സമയത്ത് പറയാം. അടുത്തതായിട്ട് ഇനി ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. പാൻ ചൂടാവുമ്പോൾ സാധാരണ പോലെ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചേർത്ത് കടുക് പൊട്ടിച്ചെടുക്കാം. കടുകൊന്ന് നന്നായിട്ട് പൊട്ടി വരട്ടെ. അപ്പോൾ ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കണം. ഇനി സവാളയും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുക്കുന്ന സമയത്ത് സവാളയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് നല്ല വൃത്തിയായിട്ട് വഴറ്റിയെടുക്കണം. ഒന്ന് കളർ ചേഞ്ച് ആയിട്ട് വരണം. ബ്രൗൺ കളറൊന്നും ആവണ്ട, ചെറിയൊരു ഗോൾഡൻ കളറായിട്ട് വന്നാൽ മതി. അതുവരെ സവാള ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. അടച്ചു വെച്ച് വേവിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. എങ്ങനെ ആയാലും സവാള നന്നായിട്ടൊന്ന് വഴണ്ട് വെന്ത് കിട്ടിയാൽ മതി. ഈ ഒരു കടലക്കറിയുടെ ആ ഒരു ടേസ്റ്റ് ചേഞ്ച് വരുത്തുന്ന ആ ഒരു തേങ്ങാപ്പാലാണ്. ആ തേങ്ങാപ്പാലിൽ വേവിക്കുന്നുണ്ടാണ് ഒരു അടിപൊളി ടേസ്റ്റ് തന്നെ കിട്ടുന്നത്. അപ്പോൾ സവാള ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ആ മസാലക്കൂട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതെല്ലാം പച്ചമണമൊക്കെ മാറി നന്നായിട്ടൊന്ന് വഴണ്ടി വരട്ടെ. അതിനുശേഷം ബാക്കി മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എന്നും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ ഇഷ്ടമായാൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം കറക്റ്റായിട്ട് നിങ്ങളിലെത്തുകയുള്ളൂ. ഇനി നമുക്കിതിലേക്ക് മസാല ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഞാൻ കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അധികം എരിവുണ്ടാവില്ല. ഇനി 1/2 ടീസ്പൂൺ ഗരം മസാല. ഇനി ഈ മസാലകളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടി എരിവും കിട്ടും. ഞാൻ എരിവ് അധികം ചേർത്തിട്ടില്ല, കുറച്ചിട്ടാണ് ചേർത്തിട്ടുള്ളത്. നേരത്തെ പച്ചമുളകും ചേർത്തിട്ടുണ്ട്. ആ ഒരു എരിവും കൂടി ഇതിൽ കിട്ടുമല്ലോ. അങ്ങനെ ഏകദേശം പച്ചമണം എല്ലാം മാറി വന്ന് റെഡിയായി വന്നിട്ടുണ്ട്. കളറൊന്നും ചേഞ്ച് ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് 2-3 മിനിറ്റ് ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുത്താൽ മതി. അപ്പോഴേക്കും പച്ചമണമെല്ലാം മാറി നന്നായിട്ട് വന്നോളും. ഇനി ഈ ഒരു സ്റ്റേജിൽ തക്കാളി ചേർത്ത് കൊടുക്കണം. ഒരു തക്കാളി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു തക്കാളിയും കൂടി ചേർത്ത് കൊടുത്ത് തക്കാളിയും കൂടി ഒന്ന് വഴണ്ട് കിട്ടുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ ഒരു സമയത്ത് കടല നന്നായിട്ട് എനിക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതും വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തക്കാളി മസാല എല്ലാം നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള കടല ആ വെള്ളത്തോടു കൂടി തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഗ്രേവി തിക്കായിട്ട് കിട്ടാൻ വേണ്ടി കടല അരച്ച് ചേർക്കേണ്ട ആവശ്യമേ ഇല്ല.
ഇത് നമ്മൾ ഫുള്ളായിട്ട് തേങ്ങാപ്പാലിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ തന്നെ നല്ല തിക്കായിട്ട് തന്നെ കിട്ടിക്കോളും. നിങ്ങൾക്ക് ഇതിലും കൂടുതൽ നല്ല തിക്കാവണമെങ്കിൽ കുറച്ച് കടല എടുത്ത് മാറ്റി വെച്ചിട്ട് അതിനെ അരച്ച് ചേർത്താൽ മതി. ഇനി ഇതൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ആയ ശേഷം ആ മസാല എല്ലാം കടലയിൽ പിടിച്ച് നന്നായിട്ട് കറി തിളച്ച് വരണം. നല്ല തിള വന്നതിന് ശേഷം മാത്രമേ ഇതിലേക്ക് എടുത്ത് മാറ്റി വെച്ചിട്ടുള്ള ഒന്നാം പാല് ചേർക്കാവൂ. ഈ നല്ല തിളച്ച് വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള മല്ലിയില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർക്കുന്നുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം, ഒരു കുഴപ്പമില്ല. ഞാൻ മല്ലിയില മാത്രമേ ചേർത്തിട്ടുള്ളൂ, അത് തന്നെ നല്ല ഫ്ലേവർ ആണല്ലോ, അപ്പോൾ അത് മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. ഇനി നന്നായിട്ട് തിളച്ച് ഒന്നും കൂടി ഒന്ന് വറ്റി വരട്ടെ. ഒരുപാടങ്ങ് വറ്റണ്ട, ഒന്ന് തിളച്ച് ചെറുതായിട്ട് കുറുകി വന്നാൽ മതി. ഇനി ഇതിലേക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുക്കുക. നല്ല കട്ടിപ്പാലാണ്, അപ്പോൾ തന്നെ ഗ്രേവിയെല്ലാം നല്ല തിക്കായിട്ട് വന്നോളും. അതുപോലെ തന്നെ ഒന്നാം പാല് ചേർത്ത ശേഷം ഇനി ഒരുപാടിട്ട് തിളപ്പിക്കുകയും ചെയ്യരുത്. ചെറുതായിട്ടൊന്ന് തിള വരുമ്പോൾ തന്നെ ഓഫാക്കാം, അല്ലെങ്കിൽ വീണ്ടും തിളപ്പിക്കേണ്ട ആവശ്യമില്ല. തേങ്ങാപ്പാൽ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് നന്നായിട്ട് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റെങ്കിലും അടച്ച് വെച്ചതിന് ശേഷം മാത്രം സെർവ് ചെയ്യാം. അപ്പോൾ അടിപൊളിയായിട്ടുള്ള നമ്മുടെ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാവും. അതുപോലെ ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്, അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടമായാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരേക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.